ക്രിക്കറ്റിലെ ഏറ്റവും നിർഭാഗ്യവാനായ താരം ആരെന്ന ചോദ്യത്തിന് ആരാധകർ ഒറ്റവാക്കിൽ പറയുന്ന പേരാണ് സഞ്ജു സാംസൺ. ഫോമിലില്ലെന്ന കാരണം പറഞ്ഞ് പലപ്പോഴും ടീമിന് പുറത്താക്കപ്പെടുമ്പോഴും സഞ്ജു പുലർത്തിയ മൗനമാണ് കഴിഞ്ഞ ദിവസം ജിയോ ഹോട്ട്സ്റ്റാറിലെ അഭിമുഖത്തിലൂടെ ഇല്ലാതായത്. വൈഭവ് സൂര്യവംശിയെ പോലുള്ള യുവതാരങ്ങളും ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ എന്നിവരും അവസരങ്ങൾ മുതലാക്കുമ്പോൾ സഞ്ജുവിന്റെ ഈ പ്രതികരണം അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കാൻ സെലക്ടർമാർ ആയുധമാക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മലയാളി ക്രിക്കറ്റ് താരത്തിന്റെ സമീപകാലത്തെ പ്രകടനങ്ങൾ അല്പം മോശമാണ്. അവസാന 3 മത്സരത്തിലും സഞ്ജുവിന് തിളങ്ങാൻ സാധിക്കാതെ പോയതിനു പിന്നാലെ അദ്ദേഹത്തിന് സിംബാബ്വെ T20 പരമ്പരക്കുള്ള ടീമിൽ നിന്ന് സ്ഥാനം നഷ്ടമായി. മോശം ഫോമിൽ കളിക്കുന്ന മറ്റു പല താരങ്ങളും ടീമിൽ തുടരുമ്പോഴും സഞ്ജുവിന് മാത്രം പുറത്തിരിക്കേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ സഞ്ജുവിന്റെ അഭാവത്തെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ നടക്കുന്നതാണ് വസ്തുത. പ്രധാന ക്രിക്കറ്റ് നിരീക്ഷകരോ മുൻ താരങ്ങളോ ഒന്നും സഞ്ജുവിനെ പിന്തുണക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സഞ്ജു തന്റെ നിരാശ തുറന്നു പറഞ്ഞത്. തന്റെ ഭാവിയെക്കുറിച്ചും താഴെപ്പെടലിനെക്കുറിച്ചുമെല്ലാം സഞ്ജു സംസാരിച്ചിരുന്നു. ടീം തെരഞ്ഞെടുപ്പിലെ മത്സരത്തെക്കുറിച്ചടക്കം പരാമർശിച്ച സഞ്ജു താൻ ഇത്തരം കളിക്കില്ലെന്നും വ്യക്തമാക്കി. തന്നെ ആരും ബാറ്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ട, സഞ്ജുവിന്റെ രീതിക്കാവും ഇനി കളിക്കുകയെന്നും 2008 T20 ലോകകപ്പിൽ കളിച്ചില്ലെങ്കിലും താൻ സന്തുഷ്ടനാണെന്നുമെല്ലാം സഞ്ജു പ്രതികരിച്ചു. ഇത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. സെലക്ടർമാർക്കടക്കം ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ടെന്നാണ് വാർത്തകൾ. ഇത് സഞ്ജുവിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. ഇന്ത്യയുടെ പരിശീലകനായ ഗൗതം ഗംഭീർ സഞ്ജു സാംസനെ പിന്തുണക്കുന്നുണ്ട്. എന്നാൽ ഗംഭീറിന്റെ വാക്കുകളെ പോലും തള്ളിയാണ് സെലക്ടർമാർ സഞ്ജുവിനെ തഴയുന്നത്. ഇതിൽ അജിത് അഗാക്കറിന് മുഖ്യ പങ്കുണ്ട്. സഞ്ജുവിന് തുറന്നു പറച്ചിലെ പല പരാമർശങ്ങളും സെലക്ടർമാർക്കെതിരായ ഒളിയമ്പാണ്. അതുകൊണ്ട് തന്നെ അവർ ഇതിനെ നിസ്സാരമായി തള്ളിക്കളയാൻ സാധ്യതയില്ല. ഇത് സഞ്ജുവിന്റെ മുന്നോട്ട് പോക്കിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. നിലവിൽ സഞ്ജു ഇന്ത്യയുടെ ഏഷ്യൻ ഗെയിംസ് ടീമിന്റെ ഭാഗമായുണ്ട്. എന്നാൽ ചില മാറ്റങ്ങൾ ഏഷ്യൻ ഗെയിംസിൽ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സഞ്ജുവിനെ ഇത് ബാധിക്കുമെന്നാണ് കാത്തിരുന്ന് കാണണം. നിലവിലെ സാധ്യതകൾ പ്രകാരം ഇന്ത്യ വൈഭവ് സൂര്യവംശിക്ക് കൂടുതൽ അവസരം നൽകിയേക്കും. 15 വയസ്സുകാരായ താരത്തിന് ഇപ്പോൾ വിശ്രമം നൽകിയാൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സിംബാബ്വെക്കെതിരെ 2 അർദ്ധ സെഞ്ചുറികൾ നേടുകയും പരമ്പരയിലെ താരമാകാനും വൈഭവിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വൈഭവ് പ്ലേയിങ് ലെവലിൽ തുടർന്നേക്കും. അഭിഷേക് ശർമ്മക്ക് സഞ്ജുവിനേക്കാൾ മുൻതൂക്കം ടീം മാനേജ്മെന്റ് നൽകും. വിക്കറ്റ് കീപ്പർ റോളിൽ ഇഷാൻ കിഷൻ കളിക്കുന്നതിനാൽ സഞ്ജുവിന്റെ അഭാവം സെലക്ടർമാർക്ക് തലവേദനയുമാകില്ല. ഈ നിലയിൽ കാര്യങ്ങൾ പോയാൽ സഞ്ജു സാംസനെ ഇന്ത്യ അടുത്ത T20 ലോകകപ്പ് കളിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്തായാലും സഞ്ജുവിന്റെ തുറന്നു പറച്ചിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം. കഴിവും അനുഭവ സമ്മതവും ഉണ്ടായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ നേരിടുന്ന അവഗണന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സെലക്ഷൻ കമ്മിറ്റിയുള്ള തന്റെ അമർഷം സഞ്ജു തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിന് കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമാക്കാനാണ് സാധ്യത. ഗൗതം ഗംഭീറിനെ പോലൊരു പരിശീലന പിന്തുണയുണ്ടെങ്കിൽ പോലും അഗാക്കറും സംഘവും ഈ തുറന്നു പറച്ചിലിനെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി. ഗൗതം ഗംഭീറിന്റെ ഭാവിയും നിലവിൽ തൃശങ്കുവിലാണെന്ന് പറയാം. ഗംഭീറിന് കീഴിൽ ഇന്ത്യക്ക് പ്രതീക്ഷ പ്രകടനം നടത്താൻ സാധിക്കുന്നില്ലെന്നാണ് വസ്തുത. 2 ICC കിരീടങ്ങൾ ഗംഭീറിന് കീഴിൽ നേടിയെങ്കിലും പല പരമ്പരകളിലും തീർത്തും നിരാശപ്പെടുത്തി. ടെസ്റ്റിൽ ഇന്ത്യയിൽ സൗത്ത് ആഫ്രിക്കയോടും ന്യൂസിലാൻഡോടും തോറ്റു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യ നിരാശപ്പെടുത്തി. ഗംഭീറിന് കീഴിൽ T20 മാത്രമാണ് ഇന്ത്യ അല്പം മുന്നോട്ട് പോയത്. എന്നാൽ ഇപ്പോൾ ആ ഫോർമാറ്റിലും അല്പം പിന്നോട്ട് പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഗംഭീറുമായി മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ BCCI ചർച്ചകൾ തുടരുകയാണെന്നാണ് വിവരം. നിലവിൽ ഗംഭീർ വിശ്രമത്തിലാണുള്ളത്. സിംബാബ്വെക്കെതിരായ T20 പരമ്പരയിൽ ഇന്ത്യ ഗംഭീറിന് വിശ്രമം നൽകിയിരുന്നു. ഇതിൽ VVS ലക്ഷ്മണനാണ് ഇന്ത്യയുടെ പരിശീലനായത്. ലക്ഷ്മണന് കീഴിൽ ഇന്ത്യ T20 പരമ്പര തൂത്തുവാരുകയും ചെയ്തു. ഇനി ഏഷ്യൻ ഗെയിംസ് ആണ് വരാനിരിക്കുന്നത്. ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യൻ ടീമിനെ ലക്ഷ്മണാവും പരിശീലിപ്പിക്കുക. ഗൗതം ഗംഭീർ വിശ്രമത്തിൽ തുടരുന്നതാണ് വിവരം. ലക്ഷ്മണന് കീഴിൽ ഇന്ത്യ ഏഷ്യൻ ഗെയിംസിലും സ്വർണ്ണ മെഡൽ നേടിയാൽ ഗംഭീർ തടയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് സഞ്ജുവിനെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. വരുന്ന ഏഷ്യൻ ഗെയിംസിലും മറ്റു പരമ്പരകളിലും ബാറ്റ് കൊണ്ട് മറുപടി നൽകാൻ സഞ്ജുവിന് സാധിച്ചില്ലെങ്കിൽ ഇന്ത്യൻ കുപ്പായത്തിൽ മലയാളി താരത്തെ വീണ്ടും ഒരു T20 ലോകകപ്പിൽ കാണുക എന്നത് കേവലം ഒരു സ്വപ്നമായി അവശേഷിച്ചേക്കാം.